അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു യൂട്യൂബറാണ് നമ്മുടെ സ്വന്തം ഈഗിൾ ഗെയിമിംഗ്, അതായത് വരും ദിവസം വാസമാണ്. അപ്പോൾ നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈമിൽ പുള്ളി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് എൻ്റെ സ്റ്റഡി ലോൺ, അതുപോലെ തന്നെ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് അങ്ങനത്തെ കുറേ സീനിങ്ങായിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നമ്മുടെ യൂട്യൂബിലോട്ട് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് കയറി ആധാരവും വീടിൻ്റെ ആധാരം പണയം വെച്ചതൊക്കെ എടുക്കുക, സ്റ്റഡി ലോണും കാര്യങ്ങളൊക്കെ തിരിച്ചടയ്ക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സംഭവം അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നേരെ ആ വീഡിയോ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈഗിൾ ഗെയിമിങ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനവും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരെ ആ വീഡിയോ കണ്ടിട്ട് പാപ്പായ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടാൽ പൈസ കിട്ടും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് സെംഫി 35,000 മേടിച്ചിട്ട് ആ പൈസ കയ്യിൽ വന്നപ്പം എനിക്കൊരു ഭയങ്കര തോട്ട് ചേഞ്ച് വന്നു കേട്ടോ. എൻ്റെ ഒരു പൊട്ട ബുദ്ധി ചിന്തിച്ചതാണത്. ഞാൻ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ മേടിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പം രാത്രി മൊത്തം ഇങ്ങനെ ആലോചിക്കും, മമ്മിയോടും പപ്പയോടും ചെയ്യുന്ന ചതിയാവോ, അതാവോ ഇതാവോ, ഫീസിനൊരു എക്സ്ക്യൂസ് തരുമോ, സാർ ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സാറിൻ്റെ അടുത്ത് ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സാർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതോടെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു ഹോപ്പ് വന്നപ്പോൾ ഞാൻ നേരെ പോയി ഒരു 27,000 രൂപയുടെ ഒരു ഫോണൊക്കെ മേടിച്ചു. ഗെയിമിൽ അന്നത്തെ ടോപ്പ് യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കാസ്ട്രോ ഗെയിമിങ്, MRC ഗോഗു, ഇവരൊക്കെയാണ്. ഈ MRC ഗോഗു എന്നൊക്കെ പറയണ ഇവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങളിപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ കൂടെ പോയി കളിച്ചാൽ നിനക്ക് യൂട്യൂബിൽ വ്യൂസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലാനിൽ കയറി പറ്റുകയാണ് അടുത്ത എൻ്റെ ലക്ഷ്യം. അവരുടെ അകത്ത് കയറി, അതായത് MRC എന്ന് പറയുന്ന ക്ലാനിൽ ഇപ്പം മറ്റേ തൊപ്പിയും അവരൊക്കെ ഉള്ള ആ ഓർഗനൈസേഷനിൽ ഞാൻ കയറി. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ടോപ്പ് യൂട്യൂബറാണ്, ഗെയിമിങ്ങിൽ വൺ ഓഫ് ദ ടോപ്പ് യൂട്യൂബറാണ് ഈ MRC ഗോഗു എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവരുടെ ക്ലാനിൽ കയറിയപ്പോഴത്തേക്കിന് ഇവരുടെ കൂടെ കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൻ്റെ ലൈവ് സ്ട്രീമിലൊക്കെ ഇവൻ ചത്തു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ ഗെയിം പ്ലേ ഒക്കെ സ്പെക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ എൻ്റെ ഗെയിം പ്ലേ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ പയ്യനൊരു ചാനലുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന കുറേ ഓഡിയൻസ് എന്നെ കിട്ടി. അതുപോലെ MRC ഈഗിൾ എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മറ്റേ വെളിയിലത്തെ പ്രവാസികളായിട്ടുള്ള ഓഡിയൻസാണ്. അപ്പോൾ അവരിങ്ങനെ ദിറംസിലും ഖത്തർ റിയാലിലും എല്ലാം ഇങ്ങനെ എനിക്ക് സൂപ്പർ ചാറ്റ്സും എമൗണ്ടും ഒക്കെ ഇതിനകത്ത് സെൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു പർട്ടിക്കുലർ മന്താണ് എനിക്ക് ഈ സ്ട്രീമിംഗ് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയൊരു നിമിഷമാണ്. നോക്കി ആ ഒരു മാസം ആയപ്പോഴത്തേക്കിന് എനിക്ക് നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് 15,000 രൂപ, ഇന്ത്യൻ റുപ്പി 15,000 രൂപ വന്നത് അന്ന്. രണ്ടാമത്തെ മാസം ആയപ്പോഴത്തേക്കിന് വീണ്ടും എനിക്കൊരു 13,000 രൂപ കിട്ടി. അങ്ങനെ മൂന്നാമത്തെ മാസം ആയപ്പോഴത്തേക്കിന് എനിക്ക് ഏറ്റവും വലിയൊരു എമൗണ്ട് കിട്ടിയത് മൂന്നാമത്തെ മാസമാണ്. ഒടുവിൽ അത് സംഭവിച്ചു. അത് എൻ്റെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നു കേട്ടോ. പൈസ വന്ന് അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഭയങ്കര തുള്ളിച്ചാടി നിൽക്കുമായിരുന്നു. ഞാൻ എമൗണ്ട് വിഡ്രോ ചെയ്ത് നേരെ ഇവിടെ വീട്ടിൽ മമ്മിയോടും പപ്പയോടും ആരോടും പറയാതെ നേരെ പോയിട്ട് ആദ്യം പോയി ഫീസ് അടച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ ആദ്യം ഞാൻ ഈ കടം വീട്ടുക അങ്ങനത്തെ ഒരു മൈൻഡൊന്നും അല്ല എനിക്ക് വന്ന കേട്ടോ. നേരെ മമ്മിയോടും പപ്പയോടും ഒന്നും പറയാതെ എനിക്ക് ഇവിടെ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു 15,000 രൂപയുടെ ഒരു ചെറിയൊരു TV മേടിച്ച്, മമ്മിക്കൊരു 15,000 രൂപയുടെ ഒരു ഫോണും മേടിച്ച് 30,000 രൂപ പൊട്ടിച്ച്, മറ്റേ മമ്മിയോടും പപ്പയോടും പറയാതെ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അവർക്ക് ഇത് കൊടുത്ത്.